കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെതിരെ പോരാടിയ പുറത്തിശ്ശേരി സ്വദേശി സുരേഷ് ഇത്തവണ BJPക്കായി മത്സര രംഗത്തുണ്ട്. സുരേഷ് പോലീസിൽ നൽകിയ പരാതിയാണ് പിന്നീട് അറസ്റ്റിലേക്ക് വഴിവെച്ചത്. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലേക്കാണ് സുരേഷ് മത്സരിക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ ഇപ്പോഴും കത്തി നിൽക്കുന്ന വിഷയമാണ് കരുവന്നൂർ ബാങ്ക് പ്രശ്നം. ഈ പ്രശ്നം പുറം ലോകം അറിഞ്ഞത് സുരേഷ് എന്ന വ്യക്തി, അവിടെ അന്ന് മാനേജറായി പ്രവർത്തിച്ചിരുന്ന വ്യക്തി, പോലീസിൽ പരാതി നൽകി പോരാട്ടത്തിന് ഇറങ്ങിയതോടുകൂടിയാണ്. ആ സുരേഷ് ഇന്ന് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ 33-ാം വാർഡിലേക്ക് മത്സരിക്കുകയാണ്. എന്നോടൊപ്പം സുരേഷ് ഉണ്ട്. എന്താണ് ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്ന സന്ദേശം? പാവപ്പെട്ട ആൾക്കാർ അവർ കഠിനാധ്വാനം ചെയ്ത് രാപ്പകൽ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച പണം ഇന്നവർക്ക് നിത്യവൃത്തിക്ക് അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ പോലും ആ പൈസയ്ക്ക് ചെല്ലുമ്പോൾ കൊടുക്കാൻ പറ്റാത്ത അവസരം ബാങ്കിനുള്ളത്, പൊട്ടിപ്പൊളിഞ്ഞ അവസരമുള്ളത്. CPM-കാരാണ് അത് ചാക്കിൽ കെട്ടി കൊണ്ടുപോയത്. അപ്പോൾ ഇതിനെ പ്രതികരിക്കുന്ന ഒരു സംഘടന, ശക്തമായൊരു പോരാട്ടം നടത്തുന്നത് BJP-ആണ്. കരുവന്നൂർ തന്നെയാകുമ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഇത്തവണ ഏറ്റവും വലിയ പ്രധാന വിഷയം? കരുവന്നൂർ തന്നെയല്ല, ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ കടന്നു വന്നിട്ടുണ്ട്. കരുവന്നൂരിന് നല്ല 10-30,000 ആളുകൾക്ക് മേലെ ഇപ്പോഴും പൈസ കിട്ടാനുണ്ട്. കണ്ണീരും കൈയാണ് ഓരോ കുടുംബങ്ങളും കഴിയുന്നത്. സാധാരണക്കാരെ ശരിക്കും കൊന്നുകൊണ്ട് അവരുടെ സമ്പാദ്യം തട്ടിയെടുത്തുകൊണ്ട് മണിമാളികളും ആഡംബര വാഹനങ്ങൾ ഇപ്പോഴും അവർ AC കാറുകളിലൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ഇവരെ കൊഞ്ഞനെ കുത്തുന്ന അവസ്ഥ. CPM-ന്റെ ആളുകളാണ് കട്ടത്. CPM രാഷ്ട്രീയ പ്രതിയാണ് ഇതിൽ. AC മൊയ്തീനും 68ാമത്തെ പ്രതി CPM-ആണ്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിയായിട്ട് ചേർക്കപ്പെടുന്നത്. ഈ വാർഡ് 33-ാം വാർഡിൽ നിലവിൽ LDF മെമ്പറാണ് ഉള്ളത്. എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇത് പിടിച്ചെടുക്കാൻ? എന്താണ് പോരാട്ടത്തിന്റെ ഒരു പ്രാധാന്യം? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു നമ്മൾ പറഞ്ഞത് ആ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴുള്ള ജനങ്ങളൊക്കെ തന്നെ നിത്യവൃത്തിക്ക് വേണ്ടി തങ്ങളുടെ സമ്പാദ്യം പോലും ഉണ്ടായിട്ട് അനുഭവിക്കാൻ വിധിക്കപ്പെടാത്ത വിധത്തിൽ ഈ CPM-കാരെ ആക്കി വെച്ചിരിക്കണം. എന്തായാലും വലിയ ആത്മവിശ്വാസമാണ് സുരേഷ് പ്രകടിപ്പിക്കുന്നത്. ഇത്തവണ ഇരിങ്ങാലക്കുടയിൽ സ്ഥിതി മാറും എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.